കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ വിമർശിച്ച മുൻ കോൺഗ്രസ് നേതാവ് കെ.വി. തോമസ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് നടന്നെന്ന ആരോപണത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന് ദില്ലിയിൽ നേതൃത്വമുണ്ടോ എന്ന് ചോദിച്ച അദ്ദേഹം, എല്ലാം ജനം കണ്ടിരിക്കുകയാണെന്നും കോൺഗ്രസ് സംവിധാനം പൊളിഞ്ഞെന്നും പറഞ്ഞു. കൊച്ചി കോർപ്പറേഷൻ മുൻ കൗൺസിലർ ഗ്രേസി ജോസഫിനെ മകൻ കുത്തി പരിക്കേൽപ്പിച്ചു. ഇന്നലെ രാത്രി 8:30 മണിയോടെ ഗ്രേസി ജോസഫ് നടത്തുന്ന കലൂരിലെ കടയിലെത്തിയാണ് മകൻ കുത്തിയത്. ശരീരത്തിൽ 3 കുത്തേറ്റ ഗ്രേസിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം ആക്രമണത്തിനു ശേഷം മകൻ ഓടി രക്ഷപ്പെട്ടെന്ന് പോലീസ് പറഞ്ഞു. രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി സി.പി. രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10 മണിക്ക് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അനുവാദമില്ലാതെ തന്റെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുന്നെന്നും സ്വകാര്യത സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് നടി ഐശ്വര്യ റായ് ദില്ലി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറത്ത്. അനുവാദമില്ലാതെ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത് കോടതി തടഞ്ഞു. വ്യക്തിയുടെ അവകാശത്തെ ചോദ്യം ചെയ്യുമ്പോൾ കോടതിക്ക് കണ്ണടയ്ക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു. അനധികൃതമായി ചിത്രങ്ങൾ ഉപയോഗിച്ച വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാനും കോടതി നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണിപ്പൂർ സന്ദർശനത്തിനെതിരെ നിരോധിത സംഘടനകൾ. മോദിയുടെ ചടങ്ങുകൾ ബഹിഷ്കരിക്കാൻ 6 സംഘടനകൾ ആഹ്വാനം ചെയ്തു. ദ കോർഡിനേഷൻ കമ്മിറ്റിയാണ് മോദി സംസ്ഥാനം വിടും വരെ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തത്. നാളെ ഇംഫാലിലും ചുരാചന്ദ്പൂരിലുമായി നടക്കുന്ന ചടങ്ങുകളിലാണ് മോദി പങ്കെടുക്കുന്നത്. സന്ദർശനത്തിന് മുന്നോടിയായി മേഖലയിൽ വൻ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ 10 മാവോവാദികളെ സുരക്ഷാസേന വധിച്ചു. ഛത്തീസ്ഗഡിലെ ഗരിയാബൻഡ് ജില്ലയിൽ മെയിൻപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന വനമേഖലയിൽ വെച്ചാണ് മാവോവാദികളെ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചത്. പെട്രോളിൽ എഥനോൾ കലർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദത്തിൽ പ്രതികരണവുമായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. എഥനോൾ മിശ്രിതത്തിനെതിരെയുള്ള സോഷ്യൽ മീഡിയ പ്രചാരണം തന്നെ രാഷ്ട്രീയമായി ലക്ഷ്യം വെക്കാനുള്ള പണം നൽകിയുള്ള പ്രചാരണമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് അസോസിയേഷന്റെ വാർഷിക കൺവെൻഷനിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ദില്ലി കലാപഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കും. ജസ്റ്റിസ് അരവിന്ദ് കുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. ദില്ലി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ജെ.എൻ.യു വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. തെരുവു നായകൾക്ക് പൊതുസ്ഥലത്ത് ഭക്ഷണം നൽകുന്നവർക്ക് 10,000 രൂപ പിഴ ചുമത്താൻ നിർദ്ദേശിച്ച് ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ. ദില്ലിയിൽ തെരുവു നായകൾക്കെതിരായ നിയമങ്ങൾ സുപ്രീം കോടതി കർശനമാക്കിയതിനു പിന്നാലെയാണ് ഈ പുതിയ നടപടി. കലാപത്തിലൂടെ ഭരണകൂടത്തെ താഴെയിറക്കിയ നേപ്പാളിലെ ജൻസി പ്രക്ഷോഭകർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം. പുതിയ സർക്കാരിനെ തിരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തുന്നതുവരെ രാജ്യത്തെ നയിക്കാനായി ഇടക്കാല പ്രധാനമന്ത്രിയായി ഒരാളെ ഉയർത്തിക്കാട്ടുന്നതിലെ അഭിപ്രായ വ്യത്യാസം തെരുവിൽ പരസ്പരം തല്ലുന്നതുവരെ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ഖത്തറിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ. ഇസ്രായേലിന്റെ പേരു പറയാതെയാണ് സുരക്ഷാ കൗൺസിൽ ആക്രമണത്തെ അപലപിച്ചത്. പ്രമേയത്തെ ഇസ്രായേലിന്റെ സഖ്യകാരികളായ അമേരിക്ക ഉൾപ്പെടെയുള്ള 15 അംഗങ്ങൾ അംഗീകരിച്ചു. ഖത്തറിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണെന്നും സുരക്ഷാ കൗൺസിൽ അറിയിച്ചു. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഖത്തറിന് ഐക്യദാർഢ്യവുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷരീഫ് ദോഹയിലെത്തി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹദ്ദാൽ ഥാനിയുമായി പാക് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനും വലതുപക്ഷ ആക്ടിവിസ്റ്റുമായിരുന്ന ചാർലി കിർക്ക് വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ചിത്രം പുറത്തുവിട്ട് FBI. തലയിൽ തൊപ്പിയും സൺഗ്ലാസും കറുത്ത ടീഷർട്ടും ധരിച്ച ആളുടെ ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ചാർലി കിർക്കിന് മരണാനന്തര ബഹുമതിയായി പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമെതിരെ കൂടുതൽ തീഴ്വ ചുമത്താൻ G7 രാജ്യങ്ങളോട് ആവശ്യപ്പെട്ട് പുതിയ സമ്മർദ്ദ തന്ത്രവുമായി ഡൊണാൾഡ് ട്രംപ്. യുക്രൈനിൽ സമാധാന കരാർ നടപ്പിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ട്രംപിന്റെ മുന്നീക്കം. ഇന്നു നടക്കുന്ന G7 ധനമന്ത്രിമാരുടെ യോഗത്തിൽ US മുന്നോട്ട് വെച്ച നിർദ്ദേശം ചർച്ച ചെയ്യും. കഴിഞ്ഞ ദിവസം ചൈനയ്ക്കും ഇന്ത്യയ്ക്കും 100% വരെ തീരുവ ചുമത്താൻ ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരുന്നു. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഹോങ്കോങ്ങിനെ 7 വിക്കറ്റിന് തകർത്ത് ബംഗ്ലാദേശ്. 7 വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തി ഹോങ്കോങ് ഉയർത്തിയ 143 റൺസ് വിജയലക്ഷ്യം 39 പന്തിൽ 59 റൺസ് എടുത്ത ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ലിറ്റൺ ദാസിന്റെ മികവിൽ 14 പന്ത് ബാക്കി നിർത്തി മറികടന്നു. ഫോബ്സിന്റെ ശതകോടീശ്വര പട്ടികയിൽ മലയാളി സമ്പന്നരിൽ 1ാം സ്ഥാനത്തെത്തി പ്രമുഖ വ്യവസായിയും ജോയ് ആലുക്വാസ് ഗ്രൂപ്പ് ഫൗണ്ടറും ചെയർമാനുമായ ജോയ് ആലുക്വാസ്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയെ മറികടന്നാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത്. ജോയ് ആലുക്വാസിന്റെ ആസ്തി $6.4 ബില്യൺ ആണ്, ഏകദേശം 56,000 കോടി രൂപ. MA യൂസഫ് അലിയുടെ ആസ്തി $5.4 ബില്യൺ, അതായത് 47,000 കോടി രൂപ. ഫോബ്സ് ഗ്ലോബൽ ബില്യണയേഴ്സ് ലിസ്റ്റിൽ 563ാം സ്ഥാനത്താണ് ജോയ് ആലുക്വാസ്. യൂസഫ് അലി 742ാം സ്ഥാനത്തുമുണ്ട്. ജെയിംസ് ഗ്രൂപ്പ് ചെയർമാൻ സണ്ണി വർക്കി $3.9 ബില്യൺ ആസ്തിയുമായി, അതായത് 35,310 കോടി രൂപയുമായി 1000 മേഖലയിൽ ഇടം പിടിച്ചു. രവി പിള്ളൈ 1014ാം സ്ഥാനത്താണ്. $3.9 ബില്യൺ ആസ്തിയാണ് അദ്ദേഹത്തിനുള്ളത്. TS കല്യാണരാമൻ $3.6 ബില്യൺ ആസ്തിയുമായി 31,838 കോടി രൂപയുമായി 1113ാം സ്ഥാനത്തുമുണ്ട്.
ഇന്ത്യൻ സമ്പന്നരിൽ മുകേഷ് അംബാനിയാണ് ഒന്നാം സ്ഥാനത്ത്, $103.5 ബില്യൺ. രണ്ടാം സ്ഥാനത്ത് ഗൗതം അദാനിയാണ്, ആസ്തി $64.1 ബില്യൺ. ടെസ്ല സ്ഥാപകൻ എലോൺ മസ്ക് ആണ് ലോകസമ്പന്നൻ, 342 ബില്യൺ, അതായത് 30.19 ലക്ഷം കോടി രൂപയാണ് ആസ്തി. രണ്ടാം സ്ഥാനത്ത് ഒറാക്കിളിന്റെ ലാരി എലിസൺ ആണ്, $357.6 ബില്യൺ. ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സക്കർബർഗ് മൂന്നാം സ്ഥാനത്തുമുണ്ട്, $257.5 ബില്യൺ.